92.3 Malayalam FM. നമസ്കാരം. മെൽബൺ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് 320-ാമത്തെ 92.3 മലയാളം എഫിൻ്റെ ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കുന്നതിന് മുൻപേ വയനാട്ടിൽ നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികളോ നമ്മുടെ സഹജീവികൾ ഒരുപാട് പേര് അവിടെ അനുഭവിച്ചു പോകുന്ന ദുരന്തയാതനകളുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. ആ നഷ്ടത്തിൽ വ്യസനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാ കഷ്ടപ്പാടിൻ്റെയും നഷ്ടങ്ങളുടെയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം നമുക്കൊരല്പസമയം അവർക്ക് വേണ്ടി മൗനം പാലിക്കാം. .3 മലയാളം എഫ് എമ്മിൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബ്രോഡ്കാസ്റ്ററായി നിങ്ങളോടൊപ്പം ചേരുന്നത് ഉണ്ണിയാണ്. ഇത് ഒരു വീഡിയോ ബ്രോഡ്കാസ്റ്റാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്, ശ്രീമതി ധർമ്മ കട്ടികാരൻ. ധർമ്മ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഇന്ന് ഒരു ഗസ്റ്റ് എന്നുള്ളതിലുപരി ഒരു ബ്രോഡ്കാസ്റ്റർ എന്ന പോലെയാണ് ധർമ്മയെ ഞാനിന്ന് ട്രീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഗ്മെൻറ്റ്സിലൂടെ, നമ്മുടെ സോങ് സെഗ്മെൻറ്റ്സ്, ന്യൂസ് സെഗ്മെൻറ്റ്, ഈവൻറ്റ് സെഗ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ധർമ്മയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും, വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. എനിക്ക് തോന്നുന്നു മെൽബണിലെ താമസിക്കുന്ന പാതി മലയാളികൾക്കും ധർമ്മ ആരാണെന്നറിയാം. ഒരു കലാകാരി എന്നുള്ള നിലയിൽ, ഒരു നർത്തകി എന്നുള്ള നിലയിൽ, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഇന്ന് ഒരു ആചാര്യ എന്നുള്ള നിലയിൽ ഒരുപാട് റെസ്പെക്റ്റ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ധർമ്മ. ധർമ്മ എന്ന ഒരു വ്യക്തിയിലേക്ക് കിടക്കുകയാണ്. ശരിക്കും ഒരുപാട് താല്പര്യത്തോടെ എന്തുകൊണ്ട് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തന്നേ പറ്റും. ഇവിടെ മെൽബണിൽ ഇപ്പോൾ ഇന്ന് ഈ ബ്രോഡ്കാസ്റ്റ് നടക്കുന്നതിന് 4 ദിവസം മുൻപ് നടന്ന ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു. സിയ സാറാം എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അരങ്ങേറ്റമായിരുന്നു. അതിന് എക്സാക്ട്ലി 4 ആഴ്ച മുൻപും ഒരു കുട്ടിയുടെ അരങ്ങേറ്റം ഇവിടെ നടന്നു. ഭരതനാട്യ അരങ്ങേറ്റമായിരുന്നു. ഇവർക്ക് 2 പേർക്കും കൃഷ്ണ സന്തോഷിൻ്റെ അരങ്ങേറ്റവും നടന്നു. അപ്പോൾ ഇവരുടെ ഗുരു ധർമ്മ കട്ടിക്കാരൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു എഫേർട്ടിൻ്റെ അക്നോളജ്മെൻറ്റ്, ഈ കുട്ടികളുടെ വർഷങ്ങളുടെ ട്രഡീഷണലായിട്ടുള്ള പഠനത്തിൻ്റെ അക്നോളജ്മെൻറ്റ്, അവിടെ വന്നു ചേർന്ന ഓഡിയൻസിൽ നിന്ന് ലഭിച്ച ഒരു അംഗീകാരത്തിൻ്റെ അക്നോളജ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് കൾമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് പേർക്ക് ഒരു ട്രഡീഷണൽ കലകളോടുള്ള താല്പര്യം വളർത്താൻ, എസ്പെഷ്യലി ഫ്രം നമ്മുടെ കേരളയിൽ നിന്ന് വന്നിട്ടുള്ള ഡയസ്പോറയ്ക്ക് ഒരു വലിയൊരു എൻകറേജ്മെൻറ്റ് കൂടിയാണിത്. ധർമ്മയെപ്പറ്റി ഇപ്പോൾ ധർമ്മയുടെ സുഹൃത്തുക്കൾ വഴിയും നേരിട്ടുള്ള കോൺവെർസേഷൻ വഴിയൊക്കെ അറിയാം. ഡാൻസിനോടുള്ള എക്സ്ട്രീം പാഷൻ ധർമ്മ പാലിച്ചിട്ടുണ്ട്. 2.5 വയസ്സ് മുതൽ തുടങ്ങിയ ഒരു ട്രെയിനിങ്ങാണ്. മെൽബണിലേക്ക് വന്നു ചേരുന്നതിന് മുൻപ് തന്നെ, അതായത് 2006 മെൽബണിലേക്ക് വന്നു ചേരുന്നതിന് മുൻപ് തന്നെ ചെറിയ കാര്യങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങൾ, കോളേജ് കലോത്സവങ്ങൾ, അതുപോലെ നാഷണൽ ഫെസ്റ്റിവലിലൊക്കെ കലാതിലകത്തിൻ്റെ പട്ടം നേടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി. അതിനുശേഷം ഇവിടെ വന്ന് ആ ജേർണി തുടരുന്നു. ഇവിടെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു. തനിഷ്ക ടെമ്പിൾ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു 2012. ആസ് എ വുമൺ, ആസ് എ മദർ, ആസ് എ വൈഫ്, in all the different roles that you've been playing throughout, what has it taken to come to this point? ഒരു ഓൾഡ് ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഇപ്പോൾ ബാക്കിയുള്ള പേരൻസ് അവരുടെ മക്കളെ എൻ്റെ അടുത്ത് വിടുമ്പോൾ അവരുടെ മക്കളായിട്ടല്ല, എൻ്റെ സ്വന്തം മക്കളായിട്ടാണ് ഞാൻ അവരെയൊക്കെ വളർത്തിയെടുക്കുന്നത്. സോ ഇഫ് ഐ ഹാവ് ടു ടേക്ക് എ വില്ലേജ് ഹെൽപ്പ്, ഒരു മോളെ വളർത്തണമെങ്കിൽ, എൻ്റെ കൈ നിറച്ചും ഉള്ള പിള്ളേരെ വളർത്തിയെടുക്കണമെങ്കിൽ, എൻ്റെ ജീവിതകാലം മുഴുവനുള്ള എല്ലാ ആൾക്കാരും, ആയുഷ്കാലത്തിൽ വന്ന എല്ലാവരുടെയും പ്രസൻസ്, എൻ്റെ ഗുരുക്കന്മാരുടെ പ്രസൻസ്, അവരുടെ ഫാമിലീസും അവരുടെ എക്സ്റ്റെൻഡഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് ഇവിടം വരെ എത്തില്ല. എവ്രി പേഴ്സൺ ദാറ്റ് ഐ ഹാവ് കം അക്രോസ്, ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. എൻ്റെ മാത്രം ഭാഗ്യമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും മാത്രം സപ്പോർട്ടും അല്ല. ഞാൻ കണ്ടുമുട്ടിയ എല്ലാ ആൾക്കാരും, ഈവൻ ദോ ഒരു 5 മിനിറ്റ് കോൺവെർസേഷൻ ആണെങ്കിലും, അവരെനിക്ക് തന്ന റെസ്പോൺസ് ഓർ അവരെനിക്ക് തരുന്ന കമന്റും കൂടെയാണ് ഈ കുട്ടികളുടെ വളർച്ചയും എൻ്റെയും വളർച്ചയുടെ മെയിൻ കാര്യം. സോ ഇറ്റ് ടേക്സ് ദ ഹോൾ വേൾഡ് ടു റേസ് ദീസ് കിഡ്സ്. നിമിത്തങ്ങളിൽ, നിയോഗങ്ങളിൽ, വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴെങ്കിലും വിധിയെ പഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? കുട്ടിയായിരുന്ന സമയത്ത്
നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് എല്ലാ ദിവസവും, അതായത് ഞാൻ എൻ്റെ 6ാം ക്ലാസ് മുതൽ രാവിലെ എണീക്കുന്നു, ആദ്യം ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു, അവിടുന്ന് സ്കൂളിലോട്ട് പോകുന്നു, തിരിച്ച് ട്യൂഷൻ എല്ലാം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡാൻസ് ക്ലാസ്സിൽ വരുന്നു, പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി അമ്മ വിളിക്കാൻ വരുന്നു. ഇത് എല്ലാ ദിവസവും ഇത് നടന്നു കഴിഞ്ഞ് എല്ലാ ടീച്ചറിന്റെ പരിപാടികൾക്കും ബൈ ഡീഫോൾട്ട് ടീച്ചർ എൻ്റെ അമ്മയടുത്ത് പറയും, നാളെ പരിപാടിയുണ്ട്, മറ്റന്നാൾ പരിപാടിയുണ്ട്, കുട്ടി കളിക്കുന്നുണ്ട്. എന്ത് ഐറ്റം ആണെന്നൊന്നും ചോദിക്കലില്ല. ചിലപ്പോ റിഹേഴ്സലിന്റെ അവിടെ നമ്മൾ ചെല്ലുമ്പോഴാണ് ഇതാണ് ഐറ്റം എന്ന്. ആ കാലഘട്ടത്തില് ക്ഷീണമായിട്ട് പുറത്ത് കളിക്കാൻ പോകാൻ പറ്റാത്തതിനോണ്ട്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, ഒന്ന് വെറുതെ ഒരു സിനിമ കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇനി ഡാൻസ് കളിക്കണ്ട, ടീച്ചർക്ക് വേറെ കുട്ടികളെ വിളിച്ചൂടെ, എനിക്കിപ്പോ എല്ലാ പ്രോഗ്രാമിൽ അതിനൊക്കെ ഇങ്ങനെ ഒരുപാട് വിധിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്തിനാ എന്നെ മാത്രം വിളിക്കുന്നതെന്ന്. പക്ഷെ അതിന്റെ സുഖവും അന്ന് ചെയ്ത കഷ്ടപ്പാടിന്റെ, സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അത് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ടീച്ചറിനെ വിളിക്കുമ്പോൾ ടീച്ചർ പറയും, നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സത്യമാണ്. ഇന്ന് ടീച്ചർ എന്നെ ഒന്ന് വെറുതെ വഴക്ക് പറയാൻ വേണ്ടി ഫോൺ വിളിച്ച് ഞാൻ വഴക്ക് ചോദിക്കാറുണ്ട്. അപ്പോ അന്ന് വിധിയെ ഞാൻ കുറ്റം പറഞ്ഞു, അതേ വിധിയെ ഇന്ന് എനിക്ക് വീണ്ടും കിട്ടുമോന്ന് ആഗ്രഹിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. എനിക്ക് ആ സെന്റിമെന്റ് മനസ്സിലാവും. അത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇന്നും മനസ്സിൽ മായ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെയും പഴയകാല അധ്യാപകരുമായിട്ട് ഞാനിപ്പോഴും ഇൻ ടച്ച് ഇരിക്കാറുണ്ട്. കാരണം ഒരു സമയത്ത് വറഷ്ടിയിൽ കിടന്നിട്ട് അങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് വെൻ യു ഫേസ് ദ വേൾഡ് എവറിത്തിങ് ജസ്റ്റ് ലുക്ക് സ്മോൾ അല്ലേ. ലൈക്ക് Absolutely. വളരെ എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളായിട്ട് നിൽക്കും. പലരും വലിയ പ്രതിസന്ധികളായിട്ട് മുന്നേ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒരു ആചാര്യ എന്നുള്ള നിലയിൽ, ഒരു ഗുരു എന്നുള്ള നിലയിൽ വളരെ എളുപ്പത്തിൽ അതൊക്കെ എങ്ങനെ കടന്ന് പോകണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. കേപ്പബിളായ വ്യക്തിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ എനിക്കിഷ്ടം. അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ അതേസമയം കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും ഒരു ഗുരുവിനെ കുട്ടികൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വിദ്യ എന്നുള്ളത് ഇപ്പോൾ പ്രോപ്പർ ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ എന്ന് പറയുന്നത് വെറും ട്രാൻസ്ഫർ ഓഫ് നോളജ് അല്ല, ട്രാൻസ്ഫർ ഓഫ് ലൈഫ് സ്കിൽസാണ്, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റോർ ആയി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ രണ്ടരങ്ങേറ്റങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഇതിൽ നിന്നും ഫീഡ്ബാക്കിൽ നിന്നും അല്ലെങ്കിൽ പേരൻസിൻ്റെ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ ഒരു അധ്യാപികയായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട്, ഒരു ആചാര്യയായിട്ട് വന്നിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും തർമ്മയുടെ തന്നെ ഗുരുക്കന്മാർക്കുള്ള ഒരു വലിയൊരു അഭിമാനമായിട്ട് തർമ്മ മാറുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നു. വലിയ സന്തോഷം. ഗുരുക്കന്മാരെ ആരെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഓർമ്മിക്കുന്ന ഗുരുക്കന്മാരെ? എന്റെ കൊച്ചിലെ മുതലുള്ള ആദ്യമായിട്ട് ഞാൻ പോയ ടീച്ചറാണ് കലാക്ഷേത്ര വിലാസിനി ദേവി കൃഷ്ണപിള്ളை. അതാണ് ടീച്ചറിന്റെ പേര്. ടീച്ചർ, ഞാൻ ആദ്യം 2-2.5 ആ വയസ്സിലാണ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് പോകുന്നത്. ടീച്ചറിന്റെ റിട്ടയർമെന്റിന്റെ ആ സമയമാണ്. അന്ന് RLV കോളേജിൽ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്ത് തിരിച്ചു പോയിട്ട്, അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഓൾഡ് ടീച്ചറിന്റെ അടുത്ത് എനിക്ക് പോവണ്ട, ടീച്ചർ എന്നെ വഴക്ക് പറയും. അന്ന് സ്ട്രിക്റ്റ് ആണ്, നമുക്ക് കളിക്കണം, ഓടണം, അങ്ങനത്തെ പ്രായമാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ ഇഷ്ടം കൊണ്ടാണ് അവിടെ പോയത്. അമ്മയുടെ സിസ്റ്റർ പഠിക്കുന്ന കോളേജിൽ ടീച്ചറിന്റെ 2 മക്കള് പഠിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ബ്യൂട്ടിഫുൾ ഡാൻസിന്റെ ഹ്യൂജ് ഫാൻ ആയിരുന്നു എൻ്റെ ഇളയമ്മ. ഇളയമ്മ വന്നിട്ട് പറഞ്ഞു, അമ്മ കല്യാണം കഴിക്കുമ്പോ തന്നെ പറഞ്ഞു, ഒരു മകൾ ഉണ്ടായാൽ ഈ ടീച്ചറിന്റെ അടുത്ത് തന്നെ വിടണം. എനിക്ക് തോന്നുന്നു അമ്മ ഞാൻ 2.5 വയസ്സൊന്ന് ആവാൻ വേണ്ടി, നടന്നു തുടങ്ങാൻ വേണ്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അപ്പൊ തന്നെ കൊണ്ട് ചേർത്തത്. വിലാസൻ ടീച്ചറിന്റെ അടുത്താണ് ഞാൻ ഭരതനാട്യം പഠിച്ചേക്കുന്നത്. വേറെ ടീച്ചറിന്റെ അടുത്ത് വേറെ ആരുടെ അടുത്തും ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടില്ല. പിന്നെ ടീച്ചറിന്റെ മെന്റർഷിപ്പിൽ നിന്നിട്ട് നമ്മള് കലാക്ഷേത്രയില് ജൂനിയർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അടയാറ് പോയിട്ടുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ ഗോ ടു പേഴ്സൺ എന്ന് പറയുന്നത് വിലാസ് ടീച്ചറാണ്. ടീച്ചറിന്റെ വഴക്ക് കേട്ട് കേട്ട് ചില സമയത്ത് ഞാൻ നന്നായി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും വഴക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് ആ ഡാൻസ് മര്യാദയ്ക്ക് തൃപ്തിയാവില്ല.
ഉം. എപ്പോഴും എൻ്റെ ടീച്ചർ അസ്സലായി കളിച്ചു എന്ന് ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എപ്പോഴും എൻ്റെ അടുത്ത് ഒരു കറക്ഷൻ ഉണ്ടാവും. ആ ടീച്ചറിന്റെ ആ കറക്ഷൻ അതും കൂടെ റൈറ്റ് ആക്കാൻ, ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നും ഡാൻസ് കളിച്ചേക്കുന്നത്. ഉം. ടു ദ പോയിന്റ് വേർ ഇന്ന് എൻ്റെ അമ്മ എൻ്റെ ഹ്യൂജ് ഫാനാണ്. അത് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയുന്ന ഒരു ആളാണ് ഞാൻ. അമ്മേനെ എന്റെ ഒരു ഫാൻ ആക്കാൻ പറ്റിയത് തന്നെ എനിക്കതൊരു വലിയ ക്രെഡിറ്റാ. എനിക്ക് എന്റെ കുട്ടികളും ഞാനും ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് വേറെ ആരും പറയുന്നത് വിഷയമല്ല. പക്ഷെ എന്റെ അമ്മ അത് കൃത്യമായിട്ട് ഷീസ് എ വെരി ഹാഷ് ക്രിറ്റിക്. ചില സമയത്ത് അമ്മ കൃത്യമായിട്ട് ഏത് അടവ് ഇടണമായിരുന്നു എന്നും കൂടെ പറയും. കാരണം അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോ വിലാസ് ടീച്ചറാണ് എന്റെ ഭരതനാട്യം ഗുരു. പിന്നെ മോഹിനിയാട്ടം ഞാൻ ടീച്ചറിന്റെ മോള് സുനിത സതീഷ് എന്നാണ് പേര്. സുൻ ചേച്ചിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചേക്കുന്നത്. സുൻ ചേച്ചിയുടെ ടീച്ചർ ശ്രീദേവി രാജൻ, പുള്ളിക്കാരിയുടെ അടുത്തും പോയിട്ടുണ്ട്. ശ്രീദേവി രാജൻ എന്ന് പറയുന്ന ടീച്ചർ ഗുരു കല്യാണക്കുട്ടിയമ്മ ടീച്ചറിന്റെ മൂത്ത മോളാണ്. അപ്പോ ഐ മെറ്റ് ഗുരു കല്യാണക്കുട്ടിയമ്മ ടീച്ചർ. പക്ഷെ we've had വെരി ഫ്യൂ ഇന്ററാക്ഷൻസ്. ഒരുപാടൊന്നുമില്ല. എന്നാ ടീച്ചർക്ക് വയ്യാണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ. വയ്യാണ്ടിരുന്ന് തുടങ്ങുന്ന സമയത്ത് ഷീസ് എ ലിറ്റിൽ മോർ സ്ട്രിക്റ്റ്. അപ്പോ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയുന്ന, ഒന്നും ഷുഗർ കോട്ട് ചെയ്ത് പറയാത്ത ഒരു ആളും കൂടിയാണ്. പിന്നെ കുച്ചിപ്പുടി സുൻചേച്ചിയുടെ അടുത്ത് തന്നെയാണ് വീണ്ടും പഠിച്ചേക്കുന്നത്. സുൻചേച്ചിയും മിനി ചേച്ചിയും, സുനിതയും ശൈലജയും എന്നാണ് വിലാസ് ടീച്ചറിന്റെ 2 പെൺകുട്ടികളാണ്. അവരുടെ അടുത്താണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒഡിസി സുജാത മോഹഭദ്ര ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. അതുപോലെ പിന്നീട് മെൽബണിൽ വന്നു കഴിഞ്ഞിട്ട് ശ്രീമതി രാജശ്രീ ബെഹ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യൻ കൗൺസിലർ ജനറലിന്റെ വൈഫായിരുന്നു. പുള്ളിക്കാരിയുടെ അടുത്ത് കുറച്ച് നാളുണ്ടായിരുന്നു. മെൽബണിൽ വന്നു കഴിഞ്ഞിട്ട് ആക്ച്വലി മോഹിനിയാട്ടം ഞാൻ ശ്രീമതി താര രാജ്കുമാർ OAM പുള്ളിക്കാരിയുടെ അടുത്ത് കുറച്ച് നാളുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ കമ്പനി നാട്യസുധയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കഥക് ഒരു പാലി ദീദിയുടെ അടുത്ത് കുറച്ച് നാള് പഠിച്ചിട്ടുണ്ട്. പിന്നെ കഥകളി ഗോപിമാഷിന്റെ അടുത്ത്, ഗോപിനാഥ്, കലാമണ്ഡലം ഗോപിമാഷിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് എന്റെ ഗുരുക്കന്മാര്. അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെന്റ് ആണ്. അതിൽ നിന്ന് എനിക്ക് പ്രിയം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാറില്ല. എനിക്ക് എല്ലാവരും പ്രിയരാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഓറയുണ്ട്. ആ ഓറയിൽ നിന്നിട്ട് എനിക്ക് എന്ത് ഉൾക്കൊള്ളാൻ പറ്റി, അവിടുന്ന് എന്ത് എനിക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് പ്രോബബ്ലി ഒരു 10% ഉണ്ടാവുള്ളൂ. അവരുടെ ആ വലിയ നോളജിന്റെ ഭാരമൊന്നും ഈ ഗുരുവിന് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ശരി, അത് ഒരുപാട് സന്തോഷം അത്രയും ഷെയർ ചെയ്തത് കേട്ടിട്ട്. കാരണം ഗുരുക്കന്മാർ കൂടുതൽ അഭിമാനിക്കുകയുള്ളൂ. ഒരു പക്ഷേ അവർക്ക് ഈ ബ്രോഡ്കാസ്റ്റ് കേൾക്കാൻ കഴിയട്ടെ എന്ന്, അതിൽ മലയാളം അറിയുന്നവർക്ക് ഇത് കേട്ട് സന്തോഷിക്കാനും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തർമ്മയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഡിവേഴ്സ് ആയിട്ടൊരു പ്രൊഫൈലാണ്. അപ്പോൾ അതിനകത്തിപ്പോൾ തർമ്മ ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫർ, ഒരു സമയം ഇപ്പോൾ സ്കൂളിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ, ഒരു റിസർച്ചറാണ്. അപ്പോൾ അങ്ങനെ പല പല മേഖലകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് എന്നൊരൊറ്റ ഡിസിപ്ലിൻ മാത്രമല്ല ഇവിടെ ധർമ്മ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ബയോടെക്നോളജി പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജേണി എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇന്നിപ്പോൾ മെൽബണിൽ എത്തി നിൽക്കുന്നത്? മെഡിസിൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എവറിബഡി വാസ് മെഡിക്കൽ ലൈൻ. ആർട്സ് എടുക്കണം എന്നായിരുന്നു താല്പര്യം. ഐ ആക്സിഡന്റലി ചോസ് ബയോടെക്നോളജി, തിങ്കിങ് ഇറ്റ് വാസ് സംതിങ് എൽസ്. ബയോമെഡിക്കൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബയോടെക്നോളജി എടുത്തത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് picked the wrong stream. But then started enjoying it at some point. അപ്പോൾ അങ്ങനെ അത് പഠിച്ചു തീർന്നു. പക്ഷെ ഈ ബയോടെക്നോളജിയും ബയോമെഡിക്കലും അന്ന് ഡിഫറൻസ് വലിയ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബയോടെക്നോളജി അതായിരിക്കും എന്ന് വിചാരിച്ച് എടുത്തതാണ്. എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് fell into the wrong pool. പക്ഷേ അഗൈൻ പ്രോബബ്ലി അന്ന് കുറച്ച് ടീച്ചേഴ്സിന് ഒരു നല്ല കമ്പനി ആയതുകൊണ്ടും ടീച്ചേഴ്സിന്റെ ഇഷ്ടം കൊണ്ടും അത്
പഠിച്ചുപോയി. പിന്നെ നാട്ടിലെ എല്ലാവരും ഏത് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്താലും IT സെക്ടറിലോട്ട് പോകുന്ന ഒരു ഇതായതുകൊണ്ട് I decided, no, കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി, നോട്ട് ഗോയിങ് ബാക്ക് ടു കമ്പ്യൂട്ടേഴ്സ് ഓർ IT. അങ്ങനെ ക്ലിനിക്കൽ റിസർച്ചിലോട്ട് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തു. ഒരു കമ്പനിയിൽ, നാട്ടിലെ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ പറഞ്ഞ പോലെ അഗൈൻ ഡോക്ടർ ഫാമിലി എന്നായതുകൊണ്ട് അപ്പയുടെ ഫ്രണ്ട്സ് കുറെ പേരുടെ ഹോസ്പിറ്റൽസിൽ റിസർച്ചിന്റെ സപ്പോർട്ടായിട്ട് കയറി. ഓക്കെ. പിന്നെ അപ്പോഴേക്കും എന്റെ ഫാമിലി ഓൾറെഡി ഓസ്ട്രേലിയയിലും ഉണ്ട്. ഉം. അത് കഴിഞ്ഞ് as soon as I finished everything, they didn't want me to stay there because അപ്പോഴേക്കും ഞാൻ എന്നെ ഒന്ന് വെറുതെ ഒരു മാസം വിട്ട് കഴിഞ്ഞാൽ ആ വഴി ഞാൻ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റേറ്റിലെത്തി. സോ പ്രോബബ്ലി എന്റെ പേരൻസ് വിചാരിച്ചിട്ടുണ്ടാവും കൈവിട്ട് പോയാലോ എന്ന് വിചാരിച്ചു. they decided to call me. And ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞപ്പോ I didn't do arts much, I didn't dance much. ശരി. കുറച്ച് ഷോസ് മാത്രം ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ ബ്രിസ്ബനിലാണ്, കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടും കോർഡിനേറ്റർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ശരി. ഒരു പോയിന്റ് എത്തിയപ്പോ I thought, I'll do my masters and things. അങ്ങനെ മെൽബണിലോട്ട് മൂവ് ചെയ്തു. പഠിക്കാനായിട്ടാണ് മൂവ് ചെയ്തത് ഫുൾ ടൈം. ആൻഡ് ദെൻ ഐ തോട്ട് ഐ ടേക്ക് അപ്പ് എ പാർട്ട് ടൈം ജോബ്. ബട്ട് മൊനാഷ് ഓഫേർഡ് മീ എ ഫുൾ ടൈം ജോബ് ആൻഡ് ദെൻ ഐ പിക്ഡ് അപ്പ് എ പാർട്ട് ടൈം കോഴ്സ്. പാർട്ട് ടൈം കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം പാർട്ട് ടൈം കോഴ്സ് ആയിപ്പോയി. ദെൻ ഐ വാസ് അറ്റ് മൊനാഷ് ഫോർ 7 to 8 years. പിന്നെ അതിന്റെ ഇടയിൽ കല്യാണം, പിന്നെ കുട്ടികൾ. കല്യാണം 2011 പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചല്ലേ? എന്തായാലും കൈവിട്ട് പോകാൻ പോയ മോളെ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിച്ച് പിടിച്ചങ്ങ് ഓസ്ട്രേലിയൻ പോലീസിനെ അങ്ങ് ഏൽപ്പിച്ചു. കറക്റ്റ്. വിക്ടോറിയ പോലീസിൽ വർക്ക് ചെയ്യാണ് ഹസ്ബൻഡ്. അതെ. അപ്പൊ 11/11/11 എന്നാണ് എന്റെ കല്യാണം. ഓ, അത് ശരി. 2011 11 മാസം 11 അതെ, 11. അന്ന് റിമെമ്പറൻസ് ഡേ ആണ് ഓസ്ട്രേലിയയില്. Yeah. എല്ലാവരും ചോദിച്ചു രാവിലെ 11/11 കല്യാണം. Okay. അല്ല, വൈകുന്നേരം 4 മണിക്കായിരുന്നു. പക്ഷെ Okay. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എ ഡേറ്റ്. I always thought men forget dates. അപ്പോ Perfect. ഭർത്താവിന് ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കരുതല്ലോ ഡേറ്റ് മറന്നുപോയി. ഇനി മറന്നു അങ്ങനെയാണ്. പറയരുതെന്ന്. അതെ, അത് അങ്ങനെയാണ് 11/11/11 കല്യാണം സെറ്റ് ആക്കിയത്. തികച്ചും ബുദ്ധിപരമായ ഒരു നീക്കം. വളരെ കൺസിഡറേറ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയാണെന്ന് മനസ്സിലാവുന്നു. ഒരുപാട് ഭർത്താക്കന്മാരെ കൊഴിഞ്ഞു പോകുന്നത് ആനിവേഴ്സറി ഡേറ്റ് ഓർക്കുന്നതിലാണ്. അപ്പോൾ ശ്രീ ഫിലിപ്പ് കോശയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നറിയുന്നത് വലിയ സന്തോഷം. അതെ, അവിടുന്ന് ഒരു 11 months കഴിഞ്ഞിട്ട്, അഗൈൻ 11 months കഴിഞ്ഞിട്ടാണ് തനിഷ്കയുടെ ആരംഭം. 2012 വിജയദശമിക്ക് ആണ് തനിഷ്ക സ്റ്റാർട്ട് ആവുന്നത്. അഗൈൻ ഇവിടെ വന്നിട്ട് ഞാൻ 2-3 ഷോസ് ചെയ്തു. എന്നിട്ട് കുറച്ച് ഫ്രണ്ട്സിന്, അടുപ്പമുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞു, പ്രോബ്ലി 2-3 ഷോസ് അവിടെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ I thought, I wish they have the caliber. ആ കുട്ടികൾക്ക് I wish, I could tell them. 4 അടവുകൾ ഞാൻ പറഞ്ഞു കൊടുത്ത ആ കുട്ടികൾ നന്നായിട്ട് ചെയ്തോട്ടെ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോ someone said, എന്നാ പിന്നെ നിനക്ക് പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചതാണ്. എൻ്റെ ഒരു ക്ലോസ് അങ്കിൾ ഉണ്ട്, രാധാകൃഷ്ണൻ അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിള്. താൻ പഠിപ്പിക്കൂ, പറയുന്ന എന്തിനാ, താൻ തന്നെ ചെയ്തോളൂ. അന്ന് ഞാൻ ചിരിച്ചു തള്ളി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്കിളാണ് എൻ്റെ ആദ്യത്തെ കുട്ടി. നോട്ട് മൈ ഫസ്റ്റ് ബട്ട് മൈ സെക്കൻഡ് കുട്ടി. ആദ്യത്തെ ആളുടെ പേരന്റിനോട് അങ്കിളാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് സംസാരിച്ചു നോക്കൂ എന്ന് പറയുന്നത്. മൈ ഫസ്റ്റ് ചൈൽഡ് വുഡ് ബി റോസ്മിൻ റോയ്. പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് അമ്മ വിളിച്ചു. ഞാൻ അന്ന് ഹ്യൂസ്ഡേയിൽ താമസിക്കുക. And I said, ഒരാളാണെങ്കിൽ can come here, 2-3 പേരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് she said, I'll organize എന്ന് പറഞ്ഞ് ഓർഗനൈസ് ചെയ്തത് എനിക്കൊരു ഷോക്കായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ 10 പിള്ളേരുണ്ട് അവിടെ. ഞാൻ വളരെ ഇവരെല്ലാവരെയും ഞാൻ പഠിപ്പിക്കണോ എന്നുള്ള ഒരു ഇതിലായിപ്പോയി. കാരണം അത്രയും നാൾ എന്റെ ടീച്ചറിന്റെ തണലിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് ഓൾവേസ് ഒരു ഫോൾ ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നോട്ട് ലൈക്ക് എ ടീച്ചർ കപ്പാസിറ്റിയിലോട്ട് വരുമ്പോ അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയാൻ ബാധ്യസ്ഥയാണ്. സോ ദിസ് ഇസ് 4 days ബിഫോർ വിജയദശമി. ആൻഡ് വിജയദശമിയുടെ അന്ന് ആണ് കൃഷ്ണ, എന്റെ ആദ്യത്തെ അരങ്ങേറ്റം കുട്ടി.
കൃഷ്ണ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് തനിഷ്ക. 2020 ആയപ്പോ ക്രാൻബേണില് സൗത്ത് ഈസ്റ്റില് വീട് വെച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് മാറി. വീട്ടിലാണ് പിന്നെ സ്റ്റുഡിയോ, ചെറിയൊരു ഹോം സ്റ്റുഡിയോ. താളക്കളരി. താളകളരി, കറക്റ്റ്. എന്റെ പേര് തേമ. എന്റെ മെയ്ഡൻ നെയിം തേമ കട്ടിക്കാരൻ എന്നാണ്. TK എന്നാണ്. ഫിലിപ്പിന്റെ സർനെയിം കോശി എന്നാണ്. അതും TK. തനിഷ്ക T ആണ്. ടെംപ്രൻസും തിയഡോർ എന്നാണ് എന്റെ മക്കളുടെ പേര്. അവരുടെ ഇനീഷ്യൽസും TK എന്ന് തന്നെയാണ്. ഇത്രയും ഒരു ഇത് വന്നപ്പോ സ്റ്റുഡിയോന്റെ ഇനീഷ്യൽസും TK. സോ അങ്ങനെയാണ് താളകളരി എന്ന് വരുന്ന ബ്യൂട്ടിഫുൾ. ഒരിക്കലും സ്റ്റുഡിയോന്റെ പേര്. അത് ഗസ് ചെയ്തിരുന്നത് തർമ്മ കട്ടിക്കാരനാണ് TK. നൗ ദാറ്റ് യു സേ ഇറ്റ്സ് വെരി ഓബ്വിയസ്. പക്ഷേ ആദ്യമായിട്ട് അത് കേൾക്കുമ്പോഴോ ഇത്രയും ദിവസം അത് പ്രോസസ് ചെയ്തപ്പോഴോ ഒരിക്കലും അത് ചിന്തിച്ചിരുന്നില്ല. അവരുടെ ഫാദറിന്റെ സർനെയിം എന്തായാലും കിട്ടും. അപ്പൊ എന്തുകൊണ്ട് അവരുടെ അമ്മയുടെ ഇനീഷ്യൽസ് അവർക്ക് വന്നൂടാ? അങ്ങനെ ചിന്തിച്ചിട്ടാണ് അവർക്ക് TK എന്നുള്ള അച്ഛന്റെ സർനെയിമും ഉണ്ട്, അമ്മയുടെ ഇനീഷ്യലും ഉണ്ട്. ഭാവന അവിടെ കാണാനുണ്ട്, എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഭാവനയുടെ കാര്യം പറയുമ്പോഴാണ് അവിടെ കൊണ്ടും അത് തീരുന്നില്ല. തർമ്മയുടെ ഒരു പാഷൻ എക്സ്കർഷൻ അവിടെയും കൊണ്ടും തീരുന്നില്ല. ജ്വല്ലറി മേക്കിങ്ങിലും പാഷനേറ്റ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതിന് പിന്നിലും ഒരു കഥയുണ്ടോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ? 2014 ഞാൻ കൺസീവ് ചെയ്യുന്നത് മോളെ കൺസീവ് ചെയ്ത് കഴിഞ്ഞ് എവ്രി മം ഗോസ് ത്രൂ ഒരു അപ്പ് ആൻഡ് ഡൗൺ സൈക്കിൾ. എന്റെ മോളും മോനും തമ്മില് 15 മാസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോ മോൾക്ക് 5 മാസം ആവുമ്പോൾ ഞാൻ അടുത്ത ആളെ പ്രഗ്നന്റ് ആണ്. അപ്പോ ഐ ജസ്റ്റ് ഫീൽ ഐ ബീൻ പ്രഗ്നന്റ് ഫോർ എ വെരി ലോങ് ടൈം. ചെറിയ മോള് വരുന്നു. അപ്പൊ എനിക്കും ആ ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഒന്ന് വെന്റിങ് ഔട്ട് ചെയ്യാൻ ഒരു സ്പേസ് ഇല്ല. അപ്പോ ആലോചിച്ച് ഐ ഹാഡ് 3 ഓപ്ഷൻസ് ദാറ്റ് കെയിം ടു മൈ മൈൻഡ്. ഒന്ന് പോട്ടറി മേക്കിംഗ്, 2 കാർപ്പൻട്രി, 3 ജ്വല്ലറി മേക്കിംഗ്, ഗോൾഡ് സ്മിത്തിങ്. പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസസും അങ്ങനെയൊന്നും നമുക്ക് ഇൻഹെയിൽ ചെയ്യാൻ പറ്റില്ല. കാർപ്പൻട്രി ആണെങ്കിൽ എനിക്ക് ആസ്മയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതും എനിക്ക് കാർപ്പൻട്രി അതും പറ്റില്ല. പിന്നെ ഞാൻ പോട്ടറിയുടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ സ്മെല്ല് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്തത് ഓക്കെ ലെറ്റ് മീ പിക്ക് അപ്പ് ജ്വല്ലറി. പക്ഷെ ആ ഡിസിഷൻ മകൻ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ആ ഡിസിഷൻ എത്തിയത്. ഇറ്റ് വാസന്റ് an overnight decision. പിന്നെ ഹാവിങ് 2 kids under 2 was a huge challenge. എനിക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും അമ്മേന്നും കരയുന്നു, എന്നെ വിളിക്കുന്നു, എല്ലാവരും എന്നെ ഡിപ്പെൻഡന്റ് ആവുന്നു. അപ്പൊ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് എന്റെ മാത്രം സ്പേസ്. എവ്രി വുമൻ വുഡ് വോണ്ട് ദാറ്റ്. അപ്പൊ എന്റെ പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അമ്മ വന്നിട്ട് മക്കളെ നോക്കും. എന്നിട്ട് ഞാൻ മെൻറ്റോണിലാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഫെയർഫീൽഡിലാണ് മെൽബൺ പോളിടെക്നിക്. അവിടെ പോവും. തേഴ്സ്ഡേ നൈറ്റ്സ് 6 to 10 ആണ് ക്ലാസ്. അവിടെ പോയി മെറ്റല് ഹാമർ ചെയ്യുക, മെറ്റല് ഇത് ചെയ്യുക, ബീറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. എന്തിനെങ്കിലും എടുത്തിട്ട് അടിക്കുമ്പോ നമ്മുടെ ഫ്രസ്ട്രേഷൻ അങ്ങ് ചാനൽ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ലൈക്ക് ഐ കാൻറ്റ് സ്ക്രീം അറ്റ് ദ കിഡ്സ്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മളുടെ മെന്റൽ ഹെൽത്തിനും ഒരു വേ ഔട്ട് വേണം, ഒരു വെന്റിങ് ഔട്ട് വേണം. അപ്പോ അങ്ങനെ മെറ്റലെടുത്ത് ഹാമർ ചെയ്യുന്നു, ബാങ് ചെയ്യുന്നു, ഏതാണ്ട് നശിപ്പിക്കുന്ന ഒരു ഫീലിംഗ് വരുന്നു. എന്തൊരു സമാധാനം. സർപ്രൈസിംഗ്ലി ഞാൻ അത് നശിപ്പിക്കുന്നു എന്ന് എന്റെ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിലും the metal turned out to be beautiful. Very good. It came out beautifully. എവിടെയോ അഗൈൻ ആ ആർട്ടിസ്റ്റിക് ആ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരുന്നു. I was so interested in it. I think I spent 3.5 years എടുത്തു once a week course complete ചെയ്യാൻ. Surprisingly, I was the top of the class. ഒരു സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ കുറച്ച് because the thought started with my daughter and my daughter's name is Temperance. എന്റെ ജ്വല്ലറി ലൈനിന്റെ പേര് ടെംപറൻസ് ബൈ തേമ കോശി എന്നാണ്. ഞാൻ ആക്ച്വലി കസ്റ്റം വർക്ക് മാത്രമേ ചെയ്യുള്ളൂ ഫോർ നൗ ബിക്കോസ് ഐ ഹാവ് ഗോട്ട് എ ഫുൾ ടൈം ജോബ് ആൻഡ്
the dance school, and I only do custom work for galleries in the city. കൊള്ളാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷെയർ ആയിരുന്നു കേട്ടോ. സിൻസ് യു അപ്ലൈ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ് ആൻഡ് ബിക്കോസ് ഓഫ് യുവർ ഇൻബോൺ ടാലന്റ് ആസ് വെൽ, യു ആർ കമ്മിങ് ഔട്ട് ഗ്രേറ്റ് ഇൻ ദീസ് പീസസ് ഓഫ് ആർട്ട് ദാറ്റ് യു പുട്ട് യുവർ സെൽഫ് ഇൻ ടു. ചന്ദ്രചൂഡ ഭയങ്കര ഒരു ഇമോഷനാണ്. ആ പാട്ടിനോട് എനിക്ക് മാത്രമല്ല, ഐ വുഡ് സേ എൻ്റെ ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ സീനിയർ കുട്ടികളും ഹൂസ് ബീൻ വിത്ത് മീ സിൻസ് ദ സ്റ്റാർട്ട്, അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വികാരമാണ് ചന്ദ്രചൂഡ. ഞങ്ങളുടെ ഫസ്റ്റ് ആനുവൽ കോൺസേർട്ട് 2013 ഫസ്റ്റ് കോൺസേർട്ടിന്റെ ഫിനാലേക്ക് ഞങ്ങൾ പെർഫോം ചെയ്ത പാട്ടാണ് ചന്ദ്രചൂഡ. It magically turned out to be an extremely beautiful contemporary piece. അത് ഞങ്ങള് രണ്ടാമത് റീസ്റ്റേജ് ചെയ്തത് 10th കോൺസേർട്ട് ഞങ്ങൾ ബഞ്ചിലാണ് ചെയ്തത്. ബഞ്ചില് ഫൈനാലയ്ക്കും ഞങ്ങൾ ചന്ദ്രചൂഡ 2.0 എന്ന് പറയുന്ന പോലെ ഒരു ഡിഫറെന്റ് വേർഷൻ ഓഫ് ചന്ദ്രചൂഡയാണ് ഞങ്ങൾ അഗൈൻ എ കണ്ടംപററി സ്റ്റൈൽ പെർഫോം ചെയ്തത്. സോ ഞങ്ങൾ എല്ലാവരും തനിഷ്ക, ഞങ്ങൾക്ക് അതൊരു വികാരമാണ് ആ പാട്ട്. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ച രണ്ട് കാര്യങ്ങൾ, അഗെയിൻ വാട്ട് അട്രാക്റ്റഡ് മീ ടുവേർഡ്സ് ദിസ് ഇന്റർവ്യൂ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. കൺസിക്യൂട്ടീവ് ആയിട്ട് 2 സ്റ്റുഡൻസ്, 1 മാസം ഗ്യാപ്പിൽ 2 കുട്ടികളെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് അവരെ പ്രൊഫഷണൽസ് ആക്കി ഈ ഫീൽഡിലേക്ക് ഒരു ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നേ ഉള്ള മെൽബൺ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു ഈ 2 വെന്യൂസിലും. വാട്ട് യു ഫീൽ ഇതിലേക്ക് എത്തിച്ചതും ആ കൾമിനേഷനിലേക്കും പിന്നെ ഇനി ഫ്യൂച്ചറും എന്താണ് ഇപ്പൊ തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ? എന്റെ മക്കള് വളരെ വലുതായി എന്നുള്ളത് ഒരു ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. ഇറ്റ്സ് എ വെരി വെരി സാറ്റിസ്ഫൈങ് ഫീലിംഗ്, ഐ ഷുഡ് സേ. ഒരു 12 കൊല്ലം മുമ്പാണ് കൃഷ്ണ എൻ്റെ അടുത്ത് വരുന്നത്. 8 years ബാക്ക് ആണ് സിയ എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷെ അതിനു മുന്നേ 4 years മുമ്പ് സിയ മെൽബണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഷീസ് ഓൾസോ ഗോട്ട് എ 12-year period there. അവര് രണ്ടുപേരെയും പ്രിപ്പയർ ചെയ്തത്, കൃഷ്ണയുടെ അരങ്ങേറ്റം was meant to happen in 2020, and because COVID happened, a lot of things was pushed out. Usually a family takes a maximum of a year to 2 years preparation ആണ്. പക്ഷെ കൃഷ്ണയുടെ family has actually gone through a 5 years preparation for her അരങ്ങേറ്റം. It was a very emotional drive for them and me. ഒരു 5 yearsനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ മാറും. അതുപോലെ കുട്ടിയുടെ കാഴ്ചപ്പാടും മാറും, ആള് ഐറ്റംസിനോടുള്ള ഇൻവോൾവ്മെന്റിന്റെ കാഴ്ചപ്പാടും മാറും. ആൻഡ് ബീയിങ് മൈ ഫസ്റ്റ് അരങ്ങേറ്റം, I would also prepare a lot. 8 items ആണ് രണ്ടുപേരും, കൃഷ്ണയും സിയയും ചെയ്തത്. കൃഷ്ണ ചെയ്ത all 8 items-ഉം ന്യൂ കൊറിയോഗ്രാഫീസ് ആയിരുന്നു. അത് എനിക്കുള്ള ചാലഞ്ചാണ്. ആസ് എ ടീച്ചർ, ഐ വാണ്ടഡ് ടു ചാലഞ്ച് മൈസെൽഫ് ടു കൊറിയോഗ്രാഫ് ഓൾ ന്യൂ ഐറ്റംസ് ഫോർ ഹർ, വിച്ച് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. കൊറിയോഗ്രാഫി, ആ റെപ്പറ്റ്വർ, നമ്മള് ആ സിലബസിന്റെ മാസ്റ്ററി നമ്മൾ ചെയ്യുന്നത്, അത് ഓരോന്നും കറക്റ്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ല, അത് ശരിയാവണം അവരത് പ്രസന്റ് ചെയ്യുമ്പോൾ. ഓൾറെഡി പഠിച്ചു വെച്ച ഐറ്റംസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് ആ ട്രാൻസ്ഫർ ഓഫ് നോളജിന്റെ ഒരു ചാലഞ്ച് മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് ഐ ഹാവ് ടു കസ്റ്റമൈസ് ദ കൊറിയോഗ്രാഫി, ദെൻ ഇറ്റ്സ് എ ലോട്ട് ടു പുട്ട് ഇൻ ഫ്രം മൈ എൻഡ്. പിന്നെ ഇവർ രണ്ടുപേരും, കൃഷ്ണ വാസ് മെന്റ് ടു ഡു ഇറ്റ് വെൻ ഷി വാസ് 19 years, ബട്ട് ഷി പെർഫോംഡ് ഇറ്റ് വെൻ ഷി വാസ് 20. അഭിനയം ട്രെയിനിങ്, ആ ഒരു ഏജില് അഭിനയം ട്രെയിനിങ് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അവരോട് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കത് ഉൾക്കൊള്ളാനും ചാലഞ്ചിങ് ആണ്. സോ അഭിനയം ട്രെയിനിങ്സ് ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാനും, നാട്ടിലാണെങ്കിൽ ദേ ഹാവ് മോർ എക്സ്പോഷർ ടു ഡാൻസസ്. കളിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും അവർക്ക് കുറേം കൂടി വെന്യൂസ് ഉണ്ട്. ഇവിടെ വളരുന്ന മക്കൾക്ക് അത്രയും ഓപ്ഷൻസ് ഇല്ല. And most of the Malayali, ഇപ്പോൾ ഓണം റിലേറ്റഡ് ഫങ്ഷൻസിനാണെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് വളരെ വളരെ കുറച്ചാണ്. പ്രോബബ്ലി ആദ്യത്തെ രംഗപൂജ ആൻഡ് നെക്സ്റ്റ് ഐറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലൈറ്റ് ഡാൻസും
അങ്ങനെയാണ് പോവുക. ഈ കുട്ടികൾക്ക് അത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഇതാണോ ശരി, ഇതായിരിക്കുമോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട രീതി എന്ന് അവർക്ക് അവരെ തന്നെ ചാലഞ്ച് ചെയ്യാൻ ഒരുപാട് സ്റ്റേജസ് ഇല്ല. വേറാസ് എന്റെ ചെറുപ്പത്തിലൊക്കെ ഇറ്റ് വാസ് ഈസി. ഇൻ എ വീക്ക് പ്രോബബ്ലി ഞാൻ ഒരു 3 പെർഫോമൻസസ് ചെയ്യും. അതിൽ അപ്പൊ തന്നെ ആൾക്കാരും എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് തരുകയും ചെയ്യും. ഹെസിറ്റേഷൻസ് ഒന്നും പണ്ടത്തെ ആൾക്കാർക്കില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ച് ഹെസിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ മനസ്സ് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവര് കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യും. അവരുടെ രണ്ടുപേർക്കും അവരുടേതായ സ്ട്രെങ്ത്സ് ഉണ്ട്. ആ സ്ട്രെങ്ത് ആസ് എ ടീച്ചർ ഞാൻ അത് കാണണം, അത് എൻഹാൻസ് ചെയ്യാനും നോക്കണം. രണ്ടുപേരും ട്രൈ ചെയ്യാനും അറ്റംപ്റ്റ് ചെയ്യാനും അവരെ തന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് ഇസ് ഗുഡ്. ഇപ്പോ ഞാൻ ആ ഒരു റെപ്പറ്റ്വർ അവർക്ക് പിക്ക് ചെയ്യുമ്പോൾ അവരായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് താല്പര്യം? ഡു യു വോണ്ട് ടു ഗോ ദ ഈസി വേ ദാറ്റ് യു ആർ കംഫർട്ടബിൾ ഇൻ, ഓർ ഡു യു വോണ്ട് ടു ഡു സ്ലൈറ്റ്ലി ചാലഞ്ചിങ് വേർ ഓക്കെ ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണോ എന്നാണ്. Sometimes teachers don't have the time to discuss that. They'll just pick the items and teach them. So I prefer to do it that way. Because I had my teachers discussing a lot of things with me. So I wanted to share that experience with them. Understood. പിന്നെ അവരോട് തന്നെ കുറച്ച് റിസർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇതൊക്കെയാണ് ഒരു റെപ്പറ്റ്വറിൽ വരേണ്ടത്. എന്നാൽ ആ റെപ്പറ്റ്വർ കംപ്ലീറ്റ് പ്രോബബ്ലി 12 items ഉണ്ടാവും നമ്മൾ ആദ്യം എടുത്തപ്പോൾ. എല്ലാം അതിനെ കുറിച്ച് അവർ റിസർച്ച് ചെയ്ത് വന്ന് അതൊന്ന് കുറച്ച് കട്ട് ഷോർട്ട് ചെയ്ത് ഓക്കെ നമ്മൾ 10 items അതിൽ ഏത് ഡയറ്റി എങ്ങനെ വേണം, എന്ത് രാഗം അവർക്ക് താല്പര്യമുണ്ട്. ദേ വുഡന്റ് പ്രോബബ്ലി നോ ഓൾ ദ രാഗംസ്. പക്ഷെ ഞാൻ പറയാം ഓക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് അത് ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓക്കെ അപ്പൊ ഈ രാഗമാണ് അവരുടെ മനസ്സിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നിന്ന് ബാക്ക്വേർഡ്സ് നമുക്ക് ഓടിക്കാം. പ്രോബബ്ലി ഇപ്പൊ പദമൊക്കെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്നത് എന്ത് ഇമോഷൻ ചെയ്യാനാണ് താല്പര്യം? ഇപ്പോ ശൃംഗാരമാണോ, അതോ വിഷമമാണോ, സൗന്ദര്യപ്പിണക്കമാണോ, അതോ ജലസി ആണോ, പരിഭവമാണോ, അങ്ങനത്തെ ഒരു ഇമോഷൻസ് ആണോ അവർക്ക് ട്രൈ ചെയ്യാൻ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. സൗന്ദര്യപ്പണക്കം വരുന്നതല്ലേ ജാവ്ലീസ് വരുന്നത്? ജാവ്ലീസ് സൗന്ദര്യപ്പണക്കമാണ് കൂടുതൽ വരിക. കറക്റ്റ്. അതെ. സോ ദേ ഡിഡ് ഹാവ് ഓപ്ഷൻസ് കേട്ടോ. അവര് they were also both of them came up with lot many items. പക്ഷേ നമുക്കത് പ്രസന്റേഷന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു രസികയ്ക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് സമയമുണ്ടോ? പ്രോബബ്ലി ഞാൻ അവരുടെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് അവരെ ഇത് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഹാഡ് ടു കട്ട് ഷോർട്ട് ഫ്യൂ ഐറ്റം. പിന്നെ കുറച്ച് ഐറ്റംസ് അവർക്ക് കുട്ടികൾക്ക് ഇത് തന്നെ മതി, ഇത് തന്നെ എനിക്ക് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ they do have their own reasons for it. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുക. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിലും ഐ ഡോണ്ട് സ്റ്റാർട്ട് ഇപ്പോ റെപ്പറ്റ്വറിന്റെ അതേ ഓർഡറിലല്ല ഞാൻ പഠിപ്പിക്കുക. ഒബ്വിയസ്ലി എല്ലാവർക്കും എല്ലാ ടൈപ്പ് നൃത്യ പീസസോ നാട്യ പീസസ് എല്ലാവർക്കും വഴങ്ങില്ല. അപ്പൊ വഴങ്ങാത്ത ഐറ്റംസ്, അതായത് ഡിഫിക്കൽട്ട് ഐറ്റംസ് ആദ്യം പഠിപ്പിക്കുക. പിന്നെ ഈസി ഐറ്റംസ്, ദെൻ ദേ നോ ദേ ജംപ് ദ ഹേർഡിൽ, ഇനി ഇറ്റ്സ് ഓക്കെ. സോ അല്ല ഞാൻ ആദ്യം ഈസി ഐറ്റംസ് പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് ആവുമ്പോ ഏറ്റവും ഡിഫിക്കൽട്ട് ഐറ്റംസ് പഠിപ്പിക്കുമ്പോൾ ദാറ്റ്സ് ടുവേർഡ്സ് ദി ഫിനാലെ ഡേ. അപ്പൊ അവർക്ക് അവരുടെ തന്നെ ആ ഒരു ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആൻസൈറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഐ ചേഞ്ച്ഡ് ഇറ്റ്, റിവേഴ്സ്ഡ് ഇറ്റ്. ഓർഡർ ഒക്കെ മാറ്റി കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ചു. ഇറ്റ് വർക്ക്ഡ്. അഗൈൻ both of them had their own ups and downs. I'm sure they would have said, I don't want to do this to their parents. They've had conversations with me. I think ചില സമയത്ത് ഞാൻ അവരുടെ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ക്ലാസ്സിൽ വർത്താനം മാത്രം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് as a teacher, I thought their mental health is also important. സംസാരിക്കുമ്പോൾ അവരും they'll probably talk anything outside dance. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂ ഏജ് പിള്ളേരുടെ ഭാഷ അതുകൊണ്ട് ഞാൻ പഠിച്ചു. മനസ്സിലായി. അതെ, അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. സോ ഇറ്റ് ഹാസ് ബീൻ എ ബ്യൂട്ടിഫുൾ ജേർണി വിച്ച് ഐ വുഡന്റ് ഹാവ് ട്രേഡഡ് ഫോർ എനിത്തിങ് എൽസ്.
എനിക്ക് എന്റെ അരങ്ങേറ്റം സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബ്ലർ ആണ്. വളരെ വളരെ ഷോർട്ട് പ്രിപ്പറേഷൻ ടൈം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബിക്കോസ് ഇറ്റ് വാസ് മെന്റ് ടു ബി ഫോർ സമൺ എൽസ്. ഫോർ സം റീസൺസ് ദേ കുഡന്റ് ഡു ഇറ്റ്. ആൻഡ് ദെൻ ഒരു 4 months മുമ്പ് ഞാൻ അവിടെ ടീച്ചറിന്റെ വീട്ടിലുണ്ട് ഫുൾ ടൈം. ടീച്ചർ എന്നെ കാണുന്നു. അന്ന് കുട്ടി ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു 3.5 months ഉള്ളിൽ 3 months ടെക്നിക്കലി ഉള്ളിലാണ് ഞാൻ എന്റെ അരങ്ങേറ്റത്തിന് പ്രിപ്പയർ ചെയ്യുന്നത്. അത് തന്നെ ഷീ വാസ് എക്സ്ട്രീംലി കാം. ഞാൻ അതാ കണ്ടേക്കുന്നത്. എന്റെ ടീച്ചർ പാനിക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ എന്റെ ലുക്ക് അപ്പ് വാസ് ഷീസ് കൂൾ അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ്. യു ഡോണ്ട് ഹാവ് ടു പാനിക്. ഹി വിൽ ഗെറ്റ് ത്രൂ ഇറ്റ്. അപ്പൊ എന്റെ കുട്ടികൾ അയ്യോ ടെൻഷൻ അത് ഇത് എന്ന് പറയുമ്പോ ആസ് എ സ്റ്റുഡന്റ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അപ്പൊ എനിക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ആസ് എ ടീച്ചർ ഐ ഹാവ് സീൻ മൈ ടീച്ചർ വെരി കാം. അപ്പൊ ഞാൻ എന്റെ ലുക്ക് ഐ ഷുഡ് ബി വെരി കാം. ഞാൻ അതുപോലെ കാമായിട്ടാണ് ഇരിക്കുന്നത്. എന്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിന്റെ മ്യൂസിഷ്യൻസ് ദേ കെയിം ഫ്രം ഇന്ത്യ. വോക്കലിസ്റ്റ് എന്റെ വളരെ പ്രിയപ്പെട്ട ഏട്ടനാണ്. ചേട്ടായി എന്നാണ് ഞാൻ വിളിക്കാറ്, ബിജി ചേട്ടൻ ഉണ്ടായിരുന്നത് എനിക്ക് വളരെ വലിയ സപ്പോർട്ടാണ്. ആൻഡ് ഹി ടുക്ക് കെയർ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ് ഫോർ മീ. ഓൾസോ മൈ ഹസ്ബൻഡ് കേട്ടോ. ഹസ്ബൻഡും ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഏട്ടൻ വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ ആസ് എ മ്യൂസിഷ്യൻ അരങ്ങേറ്റം ഫേസ് ചെയ്യുമ്പോ ഹി ബീങ് ബിസൈഡ്സ് മീ ആൻഡ് സപ്പോർട്ടിങ് മീ വാസ് ആക്ച്വലി ഈസി. അതൊരു ഏട്ടന്റെ സ്നേഹം കൊണ്ടാണ് അത് ഈസി ആയതെന്ന് പറയാം. അത് കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് അടുത്ത ടീം എന്ന് പറയുന്നത് മെൽബണിലുള്ള ടീമാണ്. ആ ടീം 2 പേര്, ഒരാൾ സ്റ്റുഡന്റ് ആണ് പെർഫോം ചെയ്യുന്ന മാളവിക, ഫ്ലൂട്ടും പായുന്നത് മാളവികയാണ് വായിച്ചത്. പിന്നെ ഉമാ മഹേശ്വരി, പുള്ളിക്കാരിയുടെ അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതാണ് മ്യൂസിക്കൽ അരങ്ങേറ്റം. പിന്നെ ശേഷാദ്രി, സായി നിവേദിനും. സായിക്ക് ഒരു എസ്റ്റാബ്ലിഷിംഗ് മൃദംഗം ആർട്ടിസ്റ്റ് ആണ്. ശേഷാദ്രിയും ഒരു എസ്റ്റാബ്ലിഷിംഗ് വീണ ആർട്ടിസ്റ്റ് ആണ്. സോ ഇവർ 2 പേരും ശേഷാദ്രി എനിക്ക് എന്റെ മറ്റേ അരങ്ങേറ്റത്തിന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഹി ഹാഡ് ദാറ്റ് വൈബ്. സോ ബോത്ത് ഓഫ് us were like, okay, let's just pass it on to the next team. So he was also helping me with it. I was also helping the team. And to be frank, ആ കുട്ടികൾ എന്റെ അടുത്ത് എപ്പോഴും പറയുന്നത്, ഈ ടീച്ചർ എന്തൊരു ചില്ലാണ്, ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, വി ഓൾ ക്യാൻ ലാൻഡ്, ഡു ഇറ്റ് ടുഗെദർ. ഇതൊരു ടീം വർക്ക് ആണ്. ഞാൻ അവിടെ പാനിക് ചെയ്യുമ്പോൾ എന്റെ മ്യൂസിക്കൽ ടീമും പാനിക്ഡ് ആവും, എന്റെ കുട്ടിയും പാനിക് ആവും. നമ്മള് അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇഫ് ഐ ജസ്റ്റ് ഡിസൈഡ് ടു കാം മൈസെൽഫ് ഡൗൺ ആൻഡ് ടേക്ക് ഇറ്റ് ഈസി, ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി എ വാക്ക് ഇൻ ദ പാർക്ക്. സോ ആ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഞാൻ ഒരാള് വിചാരിച്ചിട്ട് അത് പ്രോബബ്ലി ഒരു ഹാഫ് വേ ക്ലീൻ ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ബ്യൂട്ടിഫുൾ, വലിയ സന്തോഷം. എൻ്റെ ഏറ്റവും വലിയ ഒരു ടേക്ക് അവേ എന്താണെന്ന് അറിയാമോ? ഇത്രയും സമയം കേട്ടതിൽ നിന്നും കണ്ടതിൽ നിന്നും ഒക്കെ തർമ്മ, നമ്മൾ ഈ കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്തുള്ള തർമ്മയുടെ ഒരു കമ്പോഷറും ഇപ്പോൾ തർമ്മ ഇരിക്കുന്ന ഒരു വളരെ റിലാക്സ് സ്റ്റേറ്റ് ആൻഡ് ഓൾ ടൈം സ്മൈലിംഗ് ഫേസിലേക്ക് വന്ന് അതേ റിലാക്സേഷനെ പറ്റി തന്നെയാണ്. ഒരുപക്ഷെ തർമ്മയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജേർണി ഇൻ എ വെരി സ്മോൾ വേ ഞാൻ കടന്നുപോയോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. കാരണം ദർ ഇസ് ദാറ്റ് റിഫ്ലക്ഷൻ, അപ്പാരൻ്റ്ലി ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ മൈ മൈൻഡ് ആസ് വെൽ. അത് വലിയൊരു ടേക്ക് അവേ ആയിട്ട് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം തർമ്മയുടെ സ്റ്റുഡൻസിലേക്കും ചുറ്റുമുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുന്ന ഓറയും. ഐ ഹോപ്പ് സോ. താങ്ക് യു. സന്തോഷം തർമ്മ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം. ഇത് കേൾക്കുന്ന ഓഡിയൻസ്, ഇത് മെൽബണിലും റഷദ് വേൾഡിലും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകുന്നൊരു ബ്രോഡ്കാസ്റ്റാണ്. ഇന്നത്തെ ഈ അനുഭവങ്ങളുടെ ഈ ഷെയറിൽ നിന്നുണ്ടാകുന്ന പ്രചോദനങ്ങൾ വലുതാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു, കരുതുന്നു. അതുപോലെ തർമ്മയുടെ ഒരു ഡ്രീം എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു ഈ ജ്വല്ലറി മേക്കിംഗ്, ബിറ്റ്വീൻ ജ്വല്ലറി മേക്കിംഗ് അല്ലെങ്കിൽ ടെക്നോളജി പ്രാക്ടീസ്, അതിനെക്കാട്ടിലൊക്കെ ഒരു പാഷൻ, ഒരു പക്ഷേ ഒരു ബയസ് തർമ്മയ്ക്ക് തീർച്ചയായിട്ടും നൃത്തത്തോടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഉണ്ട്.
ആ. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതെ. നൃത്തം അതെന്റെ ഒരു ഭാഗമാണിപ്പോ. അതങ്ങനെ തന്നെയാണ്. അത് അത്രയും പാഷനോട് കൂടെ ഇതിനെ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ഒരു ശരിയായ ഒരു ട്രൂ ഗുരുവിന്. ബിക്കോസ് യു ബിലീവ് ഇൻ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ആർട്ട്, ഇറ്റ്സ് മോർ ഓഫ് എ വേ ഓഫ് ലൈഫ് എന്ന് ചിന്തിക്കുന്നിടത്ത് അത് വലിയൊരു കാര്യമാണ്. ധർമ്മയ്ക്ക് നമ്മുടെ ഓഡിയൻസിനോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിയൻസിന് എൻ്റെ അടുത്ത് ഒത്തിരി അമ്മമാര് വരാറുണ്ട്. അവർക്ക് അവരുടെ നല്ല ഒരു നല്ല പ്രായത്തിൽ അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പൊ അവർക്ക് താല്പര്യമുണ്ട്. Probably because they have more time. But what I would like to say is, ഇപ്പോ അമ്മമാര് മാത്രമല്ല, അച്ഛന്മാരും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇൻ സം ഫോം ഒരു റിലേഷൻഷിപ്പ് വിത്ത് ആർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് കീപ്സ് യുവർ മൈൻഡ് വെരി റിലാക്സ്ഡ് ആൻഡ് അറ്റ് പീസ്. അത് ഡാൻസ് തന്നെ ആവണമെന്നില്ല, പാട്ടാവാം, ചിത്രകലയാവാം, അതോ തിയേറ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു ബന്ധം അതെ. കലയായിട്ടുണ്ടെങ്കിൽ ഉം. the world would be a really beautiful place. ബ്യൂട്ടിഫുൾ. അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു മെസ്സേജാണ്. അപ്പം അതേ ഇൻസ്പിറേഷൻ കൂടുതൽ പേരിലേക്ക് നൃത്തത്തിലൂടെയും മറ്റു കലകളിലൂടെയൊക്കെ പകരാൻ ധർമ്മയ്ക്കാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് ഉണ്ണി സൈനിങ് ഓഫ് ആൻഡ് താങ്കിങ് ധർമ്മ അഗൈൻ ഫോർ ദ ടൈം വിത്ത് us. Thank you. Thanks. Thank you. Ninety-two point three